അപ്പോൾ ഇന്നത്തെ രസത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പും ചേർത്തു, 1/4 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ മല്ലി. ഇതാദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു 1/4 സ്പൂൺ ജീരകം കൂടി ചേർക്കാം. ഇനി അതിലേക്ക് ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. അതൊന്ന് അടച്ച് വയ്ക്കാം. അതിന് മുമ്പേ 2 വറ്റൽമുളകും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു തക്കാളിയും കൂടി ചേർക്കുകയാണ്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പുളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പുളി 1-2 പ്രാവശ്യം പിഴിഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് അത് മാറ്റുകയാണ്. ഒരു കൽച്ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം, അതായത് കച്ചട്ടിയുടെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കാം. പിന്നെ പുളി വെള്ളവും ആവശ്യത്തിന് ഒഴിക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കഷ്ണം കായവും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് തിളപ്പിക്കണം. ഏകദേശം പകുതി വറ്റി വരുന്നത് വരെ തിളപ്പിക്കണം. അപ്പോൾ കായമൊക്കെ ചേർത്തിട്ട് ഇനി തിളപ്പിക്കുകയാണ്. 15 മിനിറ്റ് അല്ല 20 ആയിക്കോട്ടെ, കുഴപ്പമില്ല. നന്നായിട്ട് വേകണം ആ പരിപ്പൊക്കെ, അതിന് വേണ്ടിയാട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് പകുതിയോളം വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് വീണ്ടും ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. കാരണം രസം എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടിരിക്കണ്ടേ, എപ്പോഴും കുറുകിയിരുന്നാൽ കൊള്ളില്ലല്ലോ. അപ്പോൾ അത് കാരണം വീണ്ടും ഒരു 2 ഗ്ലാസ് വെള്ളം അതും കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ശർക്കര ആദ്യം ചേർക്കാം കേട്ടോ. ഞാനത് ശർക്കര ചേർക്കണമായിരുന്നു പറയാൻ മറന്നുപോയി. അതിനുശേഷം കടുകും വറ്റൽമുളകും ഉണ്ടെങ്കിൽ അതും കൂടി വറുത്തിടാം. കുറച്ച് കായം ചേർക്കാം. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. രസം എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതേ നല്ല കൂർക്ക മെഴുക്ക് പുരട്ടിയും ഈ രസമായിരുന്നു കേട്ടോ.